നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കേന്ദ്ര ബജറ്റ് ഇപ്പോൾ അവതരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. അടുത്ത സാമ്പത്തിക വർഷത്തേക്കുള്ള മുഴുവൻ ബജറ്റുമാണ് ഇപ്പോൾ അവതരിപ്പിക്കുന്നത്. സാധാരണക്കാരായ ആളുകൾക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് ബജറ്റിൽ ലഭിക്കുന്നത്, അതുപോലെ തന്നെ സാധാരണ ആളുകൾക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും എന്നതിനെ കുറിച്ച് വളരെ വിശദമായി നോക്കാം. അതിനു മുമ്പ് ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചാനൽ ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതല്ല. ഗവൺമെൻറ് ലഭിക്കേണ്ട സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമാണ് വീഡിയോസ് വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങൾ എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. അതുകൊണ്ട് തന്നെ ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ബജറ്റ് അവതരണം പൂർത്തിയായിട്ടില്ല എങ്കിലും ഒരുപാട് നല്ല കാര്യങ്ങൾ വരുന്നുണ്ടെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. അതിലാദ്യമായി മുതിർന്ന ആളുകൾക്ക്, 60 വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് മാസം 3000 രൂപ പെൻഷൻ ലഭിക്കുന്നൊരു പദ്ധതിയാണ്. കേരള സർക്കാരിൻ്റെ 1600 രൂപയ്ക്ക് പുറമെയായിരിക്കും ഓരോ വ്യക്തിക്കും മാസം 3000 രൂപ പെൻഷൻ കിട്ടുക. ഒരു ക്ഷേമനിധി മോഡൽ രൂപത്തിലായിരിക്കാം ഇതിൻ്റെ പദ്ധതികൾ വരുന്നത്. ഇത് മുമ്പ് തന്നെ ഉള്ള പദ്ധതിയാണെങ്കിലും ഇതിലേക്ക് കൂടുതൽ ഫണ്ടുകളും മറ്റും വരുന്നാൽ തന്നെ കറക്റ്റായി പെൻഷനും മറ്റു കാര്യങ്ങൾ ലഭിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അസംഘടിത മേഖലയിൽ തൊഴിൽ ചെയ്യുന്ന ആളുകൾക്ക് അവർ ചെറിയ രൂപത്തിലുള്ള സംഖ്യ ആദ്യം അടക്കണം. 50 രൂപ മുതൽ 200 രൂപ വരെയുള്ള ചെറിയ സംഖ്യകളാണ് അതിലേക്ക് അടക്കേണ്ടത്. നമ്മൾ അടക്കുന്ന സംഖ്യയ്ക്ക് അനുപാതികമായി തന്നെ സർക്കാരും ഇതിലേക്ക് പണം അടക്കും. അതിനുശേഷം 60 വയസ്സാകുന്ന സമയത്ത് അവർക്ക് പെൻഷൻ ലഭിക്കുന്ന പദ്ധതിയാണ്. ഇതിനു മുമ്പ്, വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ഇ-ശ്രം കാർഡ് എടുത്തിരുന്നു. ഇ-ശ്രം കാർഡ് എടുത്ത ആളുകൾക്കാണ് ഇതിൻ്റെ ആനുകൂല്യം ലഭിക്കുക. ഇ-ശ്രം കാർഡ് എപ്പോഴും എടുക്കാൻ സാധിക്കുന്നുണ്ട്. ഇ-ശ്രം കാർഡ് എടുത്തതിനു ശേഷം 18 വയസ്സ് കഴിഞ്ഞാൽ തന്നെ ഈ പദ്ധതിയിലേക്ക് നമുക്ക് അംഗങ്ങളാകാം. ഓരോ വയസ്സിനും ഓരോ പ്രത്യേക സ്ലാബുകൾ ഉണ്ടാക്കി 18 വയസ്സ് മുതൽ 32 വയസ്സ് വരെയും, 32 വയസ്സ് വരെ 40 വയസ്സ് വരെയും, അങ്ങനെ ഓരോ വയസ്സിന് സ്ലാബുകൾ ഉണ്ടാക്കി അതിന് അനുപാതികമാണ് അവർ പണം അടയ്ക്കേണ്ടത്. ഏറ്റവും ചെറിയ സംഖ്യ 50 രൂപയാണ്, വലിയ സംഖ്യ 200 രൂപയും. ഇതിൻ്റെ ഇടയിലുള്ള സംഖ്യയായിരിക്കും നമ്മൾ അടയ്ക്കേണ്ടി വരിക. അതുപോലെ തന്നെ ബജറ്റിലെ വേറൊരു കാര്യമാണ് റേഷൻ സാധനങ്ങൾക്ക് പകരം നമ്മൾക്ക് സബ്സിഡി നേരിട്ട് നമ്മളുടെ അക്കൗണ്ടുകളിൽ എത്തുക. നമ്മൾ മുഴുവൻ പണവും നമ്മൾ കൊടുത്ത് റേഷൻ സാധനങ്ങൾ വാങ്ങേണ്ടി വന്ന് അതിനുശേഷം നമ്മൾ വാങ്ങുന്ന സാധനത്തിൻ്റെ പണം സബ്സിഡിയായി ലഭിക്കുന്ന പദ്ധതിയാണ്. പക്ഷേ കേരളം ഇത് എതിർത്തിട്ടുണ്ടായിരുന്നു. വരും ദിവസങ്ങളിൽ തന്നെ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ, റേഷൻ സംബന്ധമായിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ സാധിക്കും. അടുത്ത മാസത്തോടു കൂടി തന്നെ ഇതിൽ തീരുമാനമെടുക്കാനാണ് ഇപ്പോൾ സർക്കാരുകൾക്ക് കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകിയത്. കേരളം ശക്തമായി എതിർക്കുന്നത് റേഷൻ സമ്പ്രദായം നല്ല രീതിയിൽ നടപ്പിലാക്കുന്ന സംസ്ഥാനമാണ് കേരളം. ഏതായാലും ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ വരും വീഡിയോസിൽ നമുക്ക് നോക്കാം. ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരെയും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.